പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രയാങ്കിൾസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 3 ടോപ്പിക്കായിട്ട് 3 വീഡിയോ ആയിട്ട് നമ്മൾ ട്രയാങ്കിൾസ് ഫുള്ള് തീർത്തിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് അടുത്ത രൂപമാണ് ട്രയാങ്കിൾസിന് 3 സൈഡാണ് എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് ഒരു സൈഡും കൂടെ കൂടുമ്പോൾ അടുത്ത കിട്ടുന്ന രൂപമാണ് റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ അല്ല 4 സൈഡുള്ള എല്ലാത്തിനെയും നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ക്വാഡ്രിലാറ്ററിനകത്തിലെ റെക്റ്റാങ്കിളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ഇവിടെ നോക്കി, ഇതാണ് റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിനകത്ത് 4 സൈഡ് ഉണ്ടായിരിക്കും. റെക്റ്റാങ്കിളിന് എത്ര സൈഡ് ഉണ്ടായിരിക്കും? 4 സൈഡ്. ഫസ്റ്റ് പോയിന്റ്, റെക്റ്റാങ്കിളിന് 4 സൈഡ് ഉണ്ടായിരിക്കും. 4 സൈഡ്. അതുപോലെ 4 ആംഗിൾസ് ഉണ്ടായിരിക്കും. 4 ആംഗിൾസ് ഉണ്ടായിരിക്കും. ഇവിടെ നോക്കിയേ, 4 ആംഗിൾസ്. 4 ആംഗിൾസ് ഉണ്ടായിരിക്കും. ഈ 4 ആംഗിൾസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 4 ആംഗിൾസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 90 ഡിഗ്രി വീതമായിരിക്കും. 90 ഡിഗ്രി 4 ആംഗിൾ ഉണ്ടായിരിക്കും. 4 ആംഗിളിൻ്റെ പ്രത്യേകത 90 ഡിഗ്രി ആയിരിക്കും. അപ്പം 4 സൈഡ് ഉണ്ടായിരിക്കും. ഇനി ഈ സൈഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നോക്കിയേ, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതാണ് റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത. റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 4 സൈഡ് ഉണ്ടായിരിക്കും. ആ 4 സൈഡും അതിനകത്തിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഇനി ഈ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയത് മാത്രമല്ല, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും കൂടെ ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ്. എന്താണ് പാരലൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ലൈൻസ് എപ്പോഴാണ് പാരലാന്ന് പറയുന്നത്? ഈ ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇങ്ങനെ കൂട്ടിമുട്ടാറില്ല, ഇങ്ങനെ ക്രോസ് ചെയ്യാറില്ല. കൂട്ടിമുട്ടാതെ നേരെ പോകുന്ന ലൈൻസിനെയാണ് നമ്മൾ പാരലൽ ലൈൻസ് എന്ന് വിളിക്കുന്നത്, അല്ലേ? അപ്പോഴേ എന്തൊക്കെയാണ് പ്രത്യേകത പറഞ്ഞാൽ, റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ 4 സൈഡ്സ് ഉണ്ട്. ആ 4 സൈഡ്സിൽ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലാണ്. അതേപോലെ ആ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത്രയും കാര്യം നമ്മൾ പഠിച്ചു. 4 ആംഗിൾസ് ഉണ്ടായിരിക്കും. ഓരോ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ 4 ആംഗിൾസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ 4 ആംഗിൾസും കൂടെ ഒന്ന് കൂട്ടി നോക്കിയേ. 90 പ്ലസ് 90 എത്ര കിട്ടും? 360 എന്ന് കിട്ടും. 360 ഡിഗ്രി. അപ്പോൾ പഠിച്ചു വെച്ചോ, ഒരു റെക്റ്റാങ്കിളിൻ്റെ ഇൻറ്റേർണൽ ആംഗിൾ, അകത്തുള്ള ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. അകത്തുള്ള ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അകത്തുള്ള ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്ന 4 ആംഗിൾസ് ഉണ്ടായിരിക്കും. ഓരോ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ 90 ഡിഗ്രി വരുന്ന 4 ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. ഇൻറ്റേർണൽ ആംഗിൾ, ഒരു റെക്റ്റാങ്കിളിൻ്റെ അകത്തുള്ള ആംഗിളിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി റെക്റ്റാങ്കിളിൻ്റെ പുറത്തുള്ള ആംഗിൾ ആണെങ്കിലോ, പുറത്തുള്ള ആംഗിളും 360 ഡിഗ്രി തന്നെ ആയിരിക്കും. പുറത്തുള്ള ആംഗിളും എത്രയായിരിക്കും? എക്സ്റ്റേണൽ ആംഗിളിൻ്റെ സമ്മും 360 തന്നെയായിരിക്കും. ഓക്കെയാണ് ഇത്രയും കാര്യം നമ്മൾ ട്രയാങ്കിൾസിനകത്തിൽ പറഞ്ഞു. ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? 3 സൈഡ്സ് ഉണ്ട്, 3 ആംഗിൾസ് ഉണ്ട്, അല്ലേ? ഈ 3 ആംഗിൾസിൻ്റെ ഇൻറ്റേർണൽ സമ്മ് 180 ഡിഗ്രി ആയിരുന്നു. അതിൻ്റെ എക്സ്റ്റേണൽ സമ്മ് എന്തെന്നായിരുന്നു? 360 തന്നെ ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴോ, ഇവിടെ 4 ആംഗിൾ ഉണ്ട്. ഓരോ ആംഗിളും 90 ഡിഗ്രി വീതം. അങ്ങനെ 4 ആംഗിളും കൂടെ 360 ഡിഗ്രി ഉണ്ട്. എക്സ്റ്റേണൽ ആംഗിൾ 360 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ റെക്റ്റാങ്കിളിനെ കുറിച്ച്. ഇനി നോക്കിയേ, ഇതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ്. വെർട്ടെക്സ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലേ? ട്രയാങ്കിൾസിനകത്ത് നമ്മൾ വെർട്ടെക്സിനെ പരിചയപ്പെട്ടായിരുന്നു. അങ്ങനെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന വരയെ നമ്മൾ എന്തെന്ന് പഠിച്ചായിരുന്നു? ഡയഗണൽസ് എന്ന് വിളിച്ചായിരുന്നു. എന്തെന്ന് വിളിച്ചു? ഡയഗണൽസ് എന്ന് വിളിച്ചു, അല്ലേ? ഡയഗണൽസ് എന്ന് വിളിച്ചു. അങ്ങനെ ഇതിനകത്തിൽ എത്ര ഡയഗണൽസിനെ വരയ്ക്കാം? നമുക്ക് 2 ഡയഗണൽസിനെ വരയ്ക്കാം. എന്താ പറഞ്ഞേക്കുന്നത്? ഓപ്പോസിറ്റ് വെർട്ടെക്സ് തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് വരയ്ക്കുന്ന വരകളാണ് ഡയഗണൽസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് എത്ര ഡയഗണൽസ് വരയ്ക്കാം? 2 ഡയഗണൽസ് വരയ്ക്കാം. 2 ഡയഗണൽസ് വരയ്ക്കാം. ഓക്കെ ആണോ പറഞ്ഞത്? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കിളിനെ കുറിച്ചുള്ള ഏകദേശ രൂപം നമുക്ക് മനസ്സിലായില്ലേ? എന്തിനെയാണ് നമ്മൾ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്? 4 സൈഡുള്ള, ഓപ്പോസിറ്റ് സൈഡ് ഈക്വലായിട്ട് വരുന്ന, പാരലായിട്ട് വരുന്നത്, എല്ലാ ആംഗിളും 90 ഡിഗ്രി വരുന്ന രൂപത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റെക്റ്റാങ്കിൾ എന്ന് വിളിക്കുന്നത്, അല്ലേ? ഇനി ഈ റെക്റ്റാങ്കിളിന് നോക്കിയാൽ 4 സൈഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ ഓരോ 2 സൈഡ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, അല്ലേ? ഇതിന് ഈ ഒരു സൈഡിന് ഈക്വൽ ആണ് ഈ സൈഡ്.
എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇതിനൊരു ലെങ്ത് ഉണ്ട്, രണ്ട് മെഷർമെൻ്റാണ് നമുക്കുള്ളത്. കാരണം ഈ റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ഒരു 2D ഫിഗറാണ്, 2 ഡയമെൻഷനുള്ള ഫിഗറാണ്. ഒന്ന് ലെങ്തും ഒന്ന് ബ്രെഡ്ത്തും ആയിരിക്കും, ഒന്ന് ലെങ്തും ഒന്ന് ബ്രെഡ്ത്തും, ഒന്ന് നീളവും ഒന്ന് വീതിയും ആയിരിക്കും. അങ്ങനെ 2 അളവായിരിക്കും, ഒന്ന് നീളം ഒന്ന് വീതി. നോക്കി ഇവിടുത്തെ ഈ സൈഡ് ലെങ്തിന് L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡും എന്തായിരിക്കും, L ആയിരിക്കും. ഈ സൈഡ് B ആണെങ്കിൽ മറു സൈഡും എന്തായിരിക്കും, B ആണ്. കാരണം ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ 2 ലെങ്തും 2 ബ്രെഡ്ത്തുമുള്ളൊരു രൂപമായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ ഏരിയയും പെരിമീറ്ററും കൂടെ പഠിച്ചു നോക്കാം. ഏരിയയും പെരിമീറ്ററും നമ്മളിവിടെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും പെരിമീറ്ററും കാണാനുള്ള സൂത്രവാക്യമാണ് പഠിക്കാൻ പോകുന്നത്, ഇക്വേഷനാണ് പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോണം. എന്താണ് പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ്? നമ്മൾ പറഞ്ഞായിരുന്നു ചുറ്റളവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചുറ്റളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെക്റ്റാങ്കിളിന് ചുറ്റുമുള്ള അളവ് അല്ലേ, ചുറ്റുമുള്ള അളവ്. ഓക്കെ, നമുക്ക് ABCD എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം A മുതൽ B വരെയുള്ള നീളവും B മുതൽ C വരെയുള്ള നീളവും C മുതൽ D വരെയുള്ള നീളവും D മുതൽ A വരെയുള്ള നീളവും തമ്മിൽ കൂട്ടുന്നതാണ് ചുറ്റളവ് എന്ന് പറയുന്നത് അല്ലേ. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ABയും ABയുടെ സൈഡും BCയുടെ സൈഡും CD-യുടെ സൈഡും AD-യുടെ സൈഡും തമ്മിൽ കൂട്ടുന്നതാണ്. 4 സൈഡും കൂടെ കൂട്ടുന്നതിനെയാണ് നമ്മൾ ചുറ്റളവ് എന്ന് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഒരു വശം ലെങ്തും ഒരു വശം ബ്രെഡ്ത്തുമാണെങ്കിൽ ഇവിടെയും ലെങ്ത് ആയിരിക്കും വരുന്നത്, ഇവിടെയും ബ്രെഡ്ത്ത് ആയിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് കൂട്ടി നോക്കിയേ. ലെങ്ത് പ്ലസ് അടുത്ത L പ്ലസ് B പ്ലസ് B അല്ലേ, ഇങ്ങനെയല്ലേ വരുന്നത്. ഇതിനെ നമുക്ക് 2L പ്ലസ് 2B എന്ന് എഴുതാം അല്ലേ. നമുക്ക് കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു L പ്ലസ് B, 2 ഇൻറ്റു L പ്ലസ് B എന്ന് എഴുതാം. ചുറ്റളവ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? റെക്റ്റാങ്കിളിൻ്റെ ചുറ്റുമുള്ള അളവാണ് ചുറ്റളവ് എന്ന് പറയുന്നത്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റിലുമുള്ള അളവ്. AB പ്ലസ് BC പ്ലസ് CD പ്ലസ് DA, ഇത് 4 സൈഡും കൂടെ കൂട്ടുന്നതാണ് ചുറ്റളവ്. അതിനകത്ത് നമുക്കറിയാം ഇതിൻ്റെ റെക്റ്റാങ്കിളാണ്, റെക്റ്റാങ്കിളിൻ്റെ 2 സൈഡ് ഈക്വലായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഒരു സൈഡ് ലെങ്ത് ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ലെങ്ത് ആയിരിക്കും. ഇനി ബ്രെഡ്ത്ത് ഉള്ളെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് എന്തായിരിക്കും? ബ്രെഡ്ത്ത് ആയിരിക്കും. അപ്പോൾ നമ്മളിത് കൂട്ടുകയാണെങ്കിൽ 2L 2L ഉണ്ടായിരിക്കും, 2L പ്ലസ് 2B കിട്ടും. അതിനെ നമുക്ക് പറയാം 2 ഇൻറ്റു L പ്ലസ് B, അല്ലെങ്കിൽ നമുക്ക് പറയാം 2 ഇൻറ്റു നീളം പ്ലസ് വീതി എന്ന് പറയാം. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. 2 ഇൻറ്റു L പ്ലസ് B, അതാണ് ചുറ്റളവ്. ഇനി എന്താ പറയേണ്ടത്? ഏരിയ അല്ലേ, വിസ്തീർണം അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, L ഇൻറ്റു B. L ഇൻറ്റു B ആണ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ. ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇത്രയും ഭാഗം അല്ലേ, ഈ അകത്തുള്ള ഭാഗമാണ് ഏരിയ എന്ന് പറയുന്നത്. റെക്റ്റാങ്കിളിൻ്റെ ഈ അകത്തുള്ള ഇത്രയും ഭാഗത്തെയാണ് നമ്മൾ ഏരിയ എന്ന് പറയുന്നത്. ചുറ്റളവെന്ന് വെച്ചാൽ ചുറ്റിലുമുള്ള ആ വര പോകുന്ന ഭാഗമാണ് ചുറ്റളവെന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലത്തെ പോർഷനാണ് എന്തെന്ന് പറയുന്നത്, ഉള്ളിലത്തെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ഏരിയ എന്ന് പറയുന്നത്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, നീളം ഇൻറ്റു വീതി. ഓക്കെ ആണല്ലോ. നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിൻ്റെ നീളം 40 മീറ്ററും വീതി 10 മീറ്ററുമായാൽ വിസ്തീർണം എത്രയാണ്? അപ്പം കളിസ്ഥലത്തിൻ്റെ ആകൃതി പറഞ്ഞു ചതുരാകൃതിയാണ്. ചതുരാകൃതിയായാൽ അതിൻ്റെ നീളം 40ഉം വീതി 10ഉമാണ്. നീളം 40ഉം വീതി 10ഉമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നീളം 40ഉം വീതി 10ഉമാണെങ്കിൽ നമുക്ക് പറയാം ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഏരിയ എന്താണ് ഇക്വേഷൻ? ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ നീളം 40 എന്ന് പറഞ്ഞിട്ടുണ്ട്, വീതി 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 40 ഇൻറ്റു 10 400 മീറ്റർ സ്ക്വയർ, 400 മീറ്റർ സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. ഓക്കെ ആണോ? അടുത്ത നോക്കിയേ. ചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിൻ്റെ നീളം 20 മീറ്ററും വീതി 5 മീറ്ററുമായാൽ എന്താ നമ്മുടെ ഇക്വേഷൻ? നീളം ഇൻറ്റു വീതി അല്ലേ. നീളം ഇൻറ്റു വീതി, അതാണ് നമ്മുടെ വിസ്തീർണം അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത്. നീളം ഇൻറ്റു വീതി, നീളം ഇൻറ്റു വീതി. ഓക്കെ, നീളം എത്രയാണ്? നീളം 20 മീറ്ററും വീതി 5 മീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ 100 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. 100 മീറ്റർ സ്ക്വയർ. ഓക്കെ ആണോ?
ഇനി അടുത്ത മോഡലിലേക്ക് പോകാം. ചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിൻ്റെ നീളം 40 മീറ്ററും വീതി 10 മീറ്ററുമായ ചുറ്റളവ് എത്രയാണ്? ഇവിടെ ചുറ്റളവാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. 40ഉം 10ഉമാണ് ചുറ്റളവ് ചോദിച്ചു. ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ചുറ്റളവ് ഈക്വൽ ടു 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് അല്ലേ. 2 ഇൻറ്റു എൽ പ്ലസ് ബി. ഇവിടെ 2 ഇൻറ്റു എൽ എത്രയാണ്? എൽ 40 പ്ലസ് ബി 10. 2 ഇൻറ്റു 50 ഈക്വൽ ടു 100 എന്ന് കിട്ടും. ചുറ്റളവ് 100 സെൻറ്റിമീറ്റർ അല്ല 100 മീറ്റർ. ചുറ്റളവ് 100 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇക്വേഷനകത്തിലോട്ട് നമ്മൾ ആ വാല്യൂ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇക്വേഷൻ പഠിച്ചിരിക്കുക. അടുത്ത് നോക്കിയേ. ചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിൻ്റെ നീളം 20 മീറ്ററും വീതി 5 മീറ്ററുമായ ചുറ്റളവ്. ചുറ്റളവ് എന്ന് പറയുന്നത് 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ്. ഇവിടെ 2 ഇൻറ്റു എൽ എന്ന് പറയുന്ന നീളം എന്ന് പറയുന്നത് 20 തന്നിട്ടുണ്ട്, പ്ലസ് വീതി എന്ന് പറയുന്നത് 5 തന്നിട്ടുണ്ട്. 2 ഇൻറ്റു 25 ആൻസർ 50 എന്ന് കിട്ടി. ഓക്കെ ആണോ? മനസ്സിലായോ? അടുത്തൊരു മോഡലിലേക്ക് പോകാം. നോക്കിയാൽ ചതുരാകൃതിയിലുള്ളൊരു കളിസ്ഥലത്തിൻ്റെ നീളം 12 മീറ്ററും വീതി 5 മീറ്ററുമാണ്. അതിനുള്ളിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കമ്പിയുടെ നീളം എന്ത്? എന്താ പറഞ്ഞ ക്വസ്റ്റ്യൻ? ചതുരാകൃതിയിലുള്ളൊരു കളിസ്ഥലം, അതിൻ്റെ നീളം 12 മീറ്ററും വീതി 5 മീറ്ററുമാണ്. നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത് ഇതിനകത്തിൽ ഈ കളിസ്ഥലത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഏറ്റവും വലിയ കമ്പി അതെങ്ങനെ ആയിരിക്കും വെക്കുന്നത്? ഇങ്ങനെ ആയിരിക്കും വെക്കുന്നത്. കോണോട് കോണായിരിക്കും വെക്കുന്നത്. ഇങ്ങനെ വെച്ചാൽ മാത്രമേ നമുക്ക് ഏറ്റവും വലിയൊരു കമ്പി ആ കളിസ്ഥലത്ത് വെക്കാൻ പറ്റത്തുള്ളൂ. കോണോട് കോണ് വെക്കണം. ഇതിനെ നമ്മൾ ഡയഗണൽ എന്ന് വിളിച്ചു അല്ലേ. 2 വെർട്ടെക്സിനെ തമ്മിൽ ചേർത്ത് വരയ്ക്കുന്നതിനെ ഡയഗണൽ എന്ന് വിളിച്ചു. ഇനി ഇത് കണ്ടുപിടിക്കാൻ, അങ്ങനെ വെക്കാൻ കഴിയുന്ന കമ്പിയുടെ നീളം കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ ഇതിൻ്റെ നീളം കണ്ടുപിടിക്കുക. ഈ ഡയഗണലിൻ്റെ നീളം കണ്ടുപിടിക്കുക. എങ്ങനായിരിക്കും ഡയഗണലിൻ്റെ നീളം കണ്ടുപിടിക്കുന്നത്? അത്രയും പോർഷനെ നമുക്കിനി മാറ്റി വരച്ചു നോക്കിയേ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഇതെന്താണ്? ത്രികോണമാണ്. ത്രികോണത്തിൻ്റെ ഒരു സൈഡ് 5, മറു സൈഡ് 12 എന്ന് തന്നിട്ടുണ്ട്. ഇനി ഈ ട്രയാങ്കിളിനകത്തിലെ ഈ കോൺ എത്രയാണെന്ന് നമുക്കറിയാം. 90 ഡിഗ്രിയാണ്. കാരണം ഇത് ചതുരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചതുരത്തിൻ്റെ കോണെല്ലാം 90 ഡിഗ്രിയാണ്. ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ, ഈ ഒരു ത്രികോണം നമുക്ക് പറയാം ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണ്, അല്ലെങ്കിൽ മട്ടത്രികോണമാണെന്ന് പറയാം അല്ലേ. മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിൻ്റെ 12 എന്ന് പറയുന്നത് അതിൻ്റെ ബേസാണ്. 12 എന്ന് പറയുന്നത് മട്ടത്രികോണത്തിൻ്റെ ബേസാണ്. പെർപെൻഡിക്കുലർ സൈഡ് അല്ലെങ്കിൽ ലെങ്പെൻഡിക്കുലർ അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 5 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഹൈപ്പർന്യൂസായിട്ട് വരുന്ന ഭാഗമാണ് അല്ലേ. ഏറ്റവും നീളമുള്ള ഭാഗം, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന നീളമുള്ള ഭാഗത്തെ നമ്മൾ കർണം അല്ലെങ്കിൽ ഹൈപ്പർന്യൂസ് എന്ന് വിളിക്കും. അപ്പോൾ ഹൈപ്പർന്യൂസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഹൈപ്പർന്യൂസിൻ്റെ സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ബേസ് സ്ക്വയർ എത്ര? 12ൻ്റെ സ്ക്വയർ പ്ലസ് 5ൻ്റെ സ്ക്വയർ. 12ൻ്റെ സ്ക്വയർ 144 പ്ലസ് 5ൻ്റെ സ്ക്വയർ 25. നമുക്ക് ആൻസർ 169 എന്ന് കിട്ടും. ഹൈപ്പർന്യൂസിൻ്റെ സ്ക്വയർ ആണ് 169 എങ്കിൽ ഹൈപ്പർന്യൂസ് എത്രയായിരിക്കും? √169 ഈക്വൽ ടു 13 എന്ന് കിട്ടി. അപ്പോൾ ഈ സൈഡ് നമുക്ക് 13 എന്ന് കിട്ടി. എന്ന് വെച്ചാൽ ഡയഗണൽ നമുക്ക് 13 എന്ന് കിട്ടി. ഡയഗണലിൽ നിന്ന് നമ്മൾ എടുത്തത് എന്താണ്? വെക്കാൻ കഴിയുന്ന ഏറ്റവും നീളമുള്ള കമ്പിയുടെ അളവ്. ആ കമ്പിയുടെ അളവ് എത്രയാ? 13. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. ചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിൻ്റെ നീളം 15 മീറ്ററും വീതി 8 മീറ്ററും. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? അതിൽ വെക്കാൻ കഴിയുന്ന ഏറ്റവും നീളമുള്ള കമ്പിയുടെ അളവ് അതെന്ന് വെച്ചാൽ അതിൻ്റെ ഡയഗണലാണെന്ന് കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, നമുക്കത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലേ. ഏറ്റവും വലിയ കമ്പി എന്ന് പറയുന്നത് ഈ ഒരു ആകൃതിയാണ് നമുക്ക് കിട്ടുന്നത്. ഈ ആകൃതി എന്ന് പറയുന്നത് മട്ടത്രികോണമാണ്. കാരണം ഇവിടെ 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിട്ട് വരുവാണെങ്കിൽ അത്രയും ട്രയാങ്കിളിനെ നമ്മൾ മട്ടത്രികോണം എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊരു മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിൻ്റെ ബേസാണ് 15, ഓൾട്ടിറ്റ്യൂഡാണ് 8 എങ്കിൽ ഈ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡയഗണലാണ് ഹൈപ്പർന്യൂസായിട്ട് വരുന്നത് അല്ലേ. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന ചരിഞ്ഞ് കിടക്കുന്ന ഏറ്റവും നീളമുള്ള സൈഡാണ് ഹൈപ്പർന്യൂസ് എന്ന് പറയുന്നത്. ഇവിടെ ഹൈപ്പർന്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹൈപ്പർന്യൂസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഹൈപ്പർന്യൂസിൻ്റെ സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ. ഇവിടെ ബേസ് എത്രയാണ്? 15ൻ്റെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 8ൻ്റെ സ്ക്വയർ ഈക്വൽ ടു 15ൻ്റെ സ്ക്വയർ 225 പ്ലസ് 8ൻ്റെ സ്ക്വയർ 64 ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്?
289 എന്ന് കിട്ടും. 289. നമുക്ക് ഹൈപ്പർന്യൂസിൻ്റെ സ്ക്വയറാണ് 289 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പർന്യൂസ് ഈക്വൽ ടു √289 ഈക്വൽ ടു 17 എന്ന് കിട്ടി. 17 മീറ്റർ. ആ കമ്പിയുടെ നീളം എത്രയാണ്? 17 മീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത മോഡലിലേക്ക് പോകാം. ഇത് നോക്കിയേ, ചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിന് നീളം 20 മീറ്ററും വീതി 10 മീറ്ററുമാണ്. ഇതേ നോക്കിയേ, ചതുരാകൃതിയിലുള്ളൊരു കളിസ്ഥലമാണ്. അതിന് എത്രയാ നീളം? 20 മീറ്ററും വീതി 10 മീറ്ററുമാണ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഈ കളിസ്ഥലത്തിന് ചുറ്റും പുറത്തായി 2.5 മീറ്റർ വീതിയിൽ ഒരു പാത നിർമ്മിച്ചാൽ പാതയുടെ വിസ്തീർണം എത്ര? ദേ നോക്കിയേ, ഇത് 20 ഇത് 10. ഇനി എന്താ പറഞ്ഞാൽ കളിസ്ഥലത്തിൻ്റെ പുറത്തായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇത് ഇങ്ങനൊരു പാത കണ്ടോ? ഈ ഒരു ഭാഗത്തെ നമ്മളെന്ന് പറഞ്ഞു ഒരു പാത നിർമ്മിച്ചു. ഇതാണ് നമ്മുടെ പാത. കണ്ടോ? ഇങ്ങനെ പാത നിർമ്മിച്ചു. ഈ പാത എത്ര മീറ്ററാണ്? 2.5 മീറ്ററാണ്. ഇതേ 2.5 മീറ്ററാണ് പാതയുടെ വീതി. 2.5 മീറ്റർ. ഓക്കെ, അങ്ങനാണെങ്കിൽ പാതയുടെ വിസ്തീർണം എത്ര? ഈ നടക്കുന്ന പാതയുടെ വിസ്തീർണം എത്രയാ? അതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി ഞാൻ ഈ പാത എന്ന് പറയുന്ന അതും കൂടെ ഉൾപ്പെടുന്നതിനെ ABCD എന്ന് കൊടുക്കുന്നു. അകത്തുള്ളതിനെ ഞാൻ PQRS എന്ന് കൊടുക്കുന്നു. അകത്തുള്ള ട്രയാങ്കിളിന് ഞാൻ പേര് കൊടുക്കുന്നു PQRS. മനസ്സിലാകാൻ വേണ്ടിയാണ് PQRS. എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എനിക്ക് ഈ നടപ്പാതയുടെ വിസ്തീർണമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ ആദ്യം എന്ത് ചെയ്യുമെന്നറിയോ? ABCDയുടെ ഏരിയ കാണും. ABCD എന്ന് പറയുന്ന വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണും. ABCD എന്ന് പറയുന്ന വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണും. അതിൽ നിന്നും ഞാൻ എന്ത് ചെയ്യും? അതിൽ നിന്നും അകത്തുള്ള PQRSൻ്റെ ഏരിയ ഞാൻ മൈനസ് ചെയ്യും. PQRSൻ്റെ ഏരിയ ഞാൻ എന്ത് ചെയ്യും? മൈനസ് ചെയ്യുമ്പോൾ എനിക്കത് ഈ പാതയുടെ വിസ്തീർണം കിട്ടും, ഏരിയ കിട്ടും. മനസ്സിലായോ പറഞ്ഞേക്കുന്നത്? ആദ്യം ഞാൻ എന്ത് ചെയ്തു? ആദ്യം ഞാൻ ഈ വലിയ റെക്റ്റാങ്കിളിൻ്റെ പാത ഉൾപ്പെടെയുള്ള റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടു. അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ഈ കളിസ്ഥലത്തിൻ്റെ ഏരിയ ഞാൻ എന്ത് ചെയ്യും? അങ്ങ് മൈനസ് ചെയ്ത് കളയും, അങ്ങ് വെട്ടിക്കളയും. എനിക്ക് എന്ത് മാത്രം കിട്ടും? പാതയുടെ ഏരിയ മാത്രം കിട്ടും. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, എനിക്ക് ABCDയുടെ ഏരിയ കണ്ടുപിടിക്കണം. ABCDയുടെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ABCDയുടെ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ABCDയുടെ നീളവും വീതിയും വേണം. ഇവിടെ നോക്കിയേ, അകത്തുള്ളതിന് 20. പിന്നെ ഒരു 2.5 മീറ്റർ ഇവിടെ വീതിയുണ്ട്. ഇപ്പുറത്തെ സൈഡും 2.5 മീറ്റർ വീതിയുണ്ട് അല്ലേ? അപ്പം മൊത്തത്തിൽ എനിക്ക് 20 പ്ലസ് ഇവിടെ ഒരു 2.5 അല്ലേ, ഇവിടെ ഒരു 2.5 ഉണ്ട്. അതേപോലെ ഇപ്പുറത്തെ വശത്തും എത്രയുണ്ട്? ഒരു 2.5 ഉണ്ട്. ഇത് മൊത്തം കൂടെ കൂട്ടുമ്പോൾ എനിക്ക് ABയുടെ നീളം 25 മീറ്റർ എന്ന് കിട്ടി അല്ലേ? അപ്പോൾ ABCD റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതിനകത്ത് ലെങ്ത് എനിക്ക് കിട്ടി, ABCDയുടെ അതിനകത്ത് ലെങ്ത് എനിക്ക് കിട്ടി 25 ഇൻറ്റു അതിൻ്റെ വീതി നമ്മൾ പറഞ്ഞ പോലെ ഇവിടുന്ന് ഇവിടം വരെ എനിക്ക് എത്ര ഉണ്ട്? ഇവിടുന്ന് ഇവിടം വരെ എനിക്ക് 10 ഉണ്ട്. അതിൻ്റെ കൂടെ ഇവിടെ ഒരു 2.5 കൂടും. അതേപോലെ ഇവിടെയും ഒരു 2.5 കൂടും അല്ലേ? ഇത്രയും ഭാഗം കൂടെ കൂടത്തില്ലേ? ഇത്രയും ഈ ഭാഗം കൂടെ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അപ്പോൾ എത്ര കിട്ടും? 15 എന്ന് കിട്ടും. അപ്പം എനിക്ക് ABCDയുടെ വിസ്തീർണം എന്ന് പറയുന്നത് 25 ഇൻറ്റു 15 ആണ്. അതിൽ നിന്ന് എനിക്ക് എന്ത് കുറയ്ക്കണം? മൈനസ് PQRSൻ്റെ ഏരിയ കുറയ്ക്കണം. PQRS എന്ന് വെച്ചാൽ PQRS കളിസ്ഥലത്തിൻ്റെ ഏരിയ അല്ലേ? അത് 20 ഇൻറ്റു 10 ആണ് അല്ലേ? കളിസ്ഥലത്തിൻ്റെ വീതിയും നീളവും തന്നിട്ടുണ്ടല്ലോ, 20ഉം 10ഉം. ഇനി ചെയ്തു നോക്കാം നമുക്ക്. 25 ഇൻറ്റു 15 എത്ര കിട്ടും? അപ്പോൾ 25 ഇൻറ്റു 15 എത്ര കിട്ടും? നമുക്ക് 375 എന്ന് കിട്ടും. 375. അപ്പോൾ ABCDയുടെ വിസ്തീർണം കിട്ടി 375. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? PQRSൻ്റെ വിസ്തീർണം കണ്ടുപിടിച്ചു 200. 20 ഇൻറ്റു 10 200. ആ 200 കുറയ്ക്കണം അല്ലേ? 200 കുറയ്ക്കുമ്പോൾ നമുക്ക് 175 എന്ന് കിട്ടി. 175. മനസ്സിലായോ പറഞ്ഞത് മനസ്സിലായല്ലോ? ഓക്കെ. പാത ഉൾപ്പെടെയുള്ള ചതുരത്തിൻ്റെ വിസ്തീർണത്തിൽ നിന്നും എന്ത് ചെയ്യണം? നമ്മൾ കളിസ്ഥലത്തിൻ്റെ വിസ്തീർണം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാതയുടെ മാത്രമായിട്ടുള്ള വിസ്തീർണം കിട്ടും. ഓക്കെ ആണോ? ഓക്കെ. ഇനി ഇതിനൊരു എളുപ്പ വഴിയുണ്ട്. ആ എളുപ്പ വഴിയും കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇത് മനസ്സിലായല്ലോ? ഇനി എളുപ്പ വഴി നോക്കിക്കോ. എളുപ്പ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാതയുടെ എഴുതി വെച്ച് പഠിച്ചോ. പാതയുടെ വീതിയുടെ ഇരട്ടി എടുക്കണം.
പാതയുടെ വീതി ഇവിടെ 2.5 എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഇരട്ടി എടുക്കണം. അതിൻ്റെ ഇരട്ടി എടുത്തിട്ട് അതേ ഇൻറ്റു ഇരട്ടിയുടെ കൂടെ ഗുണിക്കണം. എന്തൊക്കെയാണ് ഗുണിക്കേണ്ടത്? നീളം പ്ലസ് വീതി നമ്മുടെ കളിസ്ഥലത്തിൻ്റെ നീളവും വീതിയും തന്നിട്ടുണ്ടല്ലോ, അത് തമ്മിൽ കൂട്ടണം. പ്ലസ് അതിൻ്റെ കൂടെ ഇത് പാതയുടെ വീതി തന്നിട്ടുണ്ടോ, ആ വീതിയുടെ ഇരട്ടി എടുത്ത് കൂട്ടണം. അപ്പോൾ ഇവിടെ പാതയുടെ വീതി 2.5 ആണെന്ന് തന്നിട്ടുണ്ട്, അതിൻ്റെ ഇരട്ടി എടുക്കണം അല്ലേ, അതിൻ്റെ ഇരട്ടി 5. അപ്പോൾ 5 ഇൻറ്റു നീളം 20 തന്നു, വീതി 10 തന്നിട്ടുണ്ട് അല്ലേ, പ്ലസ് വീണ്ടും പാതയുടെ വീതിയുടെ ഇരട്ടി എടുക്കണം. പാതയുടെ വീതിയുടെ ഇരട്ടി 5. നോക്കിയേ, 5 ഇൻറ്റു 20 പ്ലസ് 10 30, 30 പ്ലസ് 5 35 അല്ലേ, 5 ഇൻറ്റു 35 175. ഓക്കെ ആണോ? ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പഠിച്ചിരിക്കുക, നല്ല വൃത്തിയായിട്ട് പഠിച്ചിരിക്കുക. രണ്ടും കൂടെ പഠിക്കണമെന്നില്ല, ഏതെങ്കിലും ഒരെണ്ണം നല്ല വൃത്തിയായിട്ട് പഠിക്കുക, പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക. ആകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിൻ്റെ നീളം 40 മീറ്ററും വീതി 30 മീറ്ററും അതിന് ചുറ്റും പുറത്തായി 5 മീറ്റർ വീതിയിൽ ഒരു പാത നിർമ്മിച്ചാൽ പാതയുടെ വിസ്തീർണം എത്ര? ആദ്യം നമുക്ക് നമ്മൾ പഠിച്ച എളുപ്പ വഴി ഉപയോഗിച്ചൊന്ന് ചെയ്ത് നോക്കാം. എന്താ പറഞ്ഞേക്കുന്നത്? പാതയുടെ വീതിയുടെ ഇരട്ടി എടുക്കണം അല്ലേ. പാതയുടെ വീതി എന്ന് പറയുന്നത് 5 മീറ്ററാണ്. 5 മീറ്ററിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 10. അപ്പം 10 ഇൻറ്റു നീളം എത്രയാണ്? 40 തന്നിട്ടുണ്ട്, പ്ലസ് വീതി 30 തന്നിട്ടുണ്ട്, പ്ലസ് വീണ്ടും പാതയുടെ വീതിയുടെ ഇരട്ടി എടുക്കണം. എന്ന് വെച്ചാൽ 5ൻ്റെ ഇരട്ടി 10 എടുക്കണം. ദെൻ 10 ഇൻറ്റു 40 പ്ലസ് 30 70, 70 പ്ലസ് 10 എത്ര കിട്ടും? 80. ആൻസർ എത്ര കിട്ടും നമുക്ക്? 800 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് എളുപ്പ വഴി 800. ഇനി രണ്ടാമത്തെ വഴി എന്താ? ഇത് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ വഴി എന്താണെന്ന് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്താ? കളിസ്ഥലത്തിൻ്റെ നീളവും വീതിയും തന്നിട്ടുണ്ട്. ഇത് 40ഉം 30ഉമാണ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 5 മീറ്റർ വീതിയിൽ ഇവിടെ 5 മീറ്റർ, ഇവിടെ 5 മീറ്റർ അല്ലേ. 5 മീറ്റർ വീതിയിൽ ഇങ്ങനെ ഒരു പാത പോകുന്നുണ്ട്. 5 മീറ്റർ വീതിയിൽ പാത പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? ഇതേ പാത ഉൾപ്പെടെയുള്ള കളിസ്ഥലം എന്ന് പറയുന്നത് ABCD ആണ്. ആ ABCDയിൽ നിന്ന് നമ്മൾ ആരെ കുറയ്ക്കണം? PQRSനെ കുറയ്ക്കണം. കളിസ്ഥലത്തിൻ്റെ ഏരിയ കുറയ്ക്കണം. അപ്പോൾ നമുക്ക് പാതയുടെ മാത്രം ഏരിയ കിട്ടും. നോക്കാം. ABCDയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? PQRSനെ കുറയ്ക്കണം. ABCDയുടെ സൈഡ് എത്ര നോക്കി? A മുതൽ B വരെ എത്ര ഉണ്ട്? ഇവിടെ ഒരു 40 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്, മൊത്തത്തിൽ 50. അപ്പോൾ 50 ഇൻറ്റു ഇനി അതേപോലെ ഇവിടുന്ന് ഇവിടം വരെ 30 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട് അല്ലേ, 40 എന്ന് കിട്ടി. 50 ഇൻറ്റു 40 മൈനസ് ഇനി PQRS എന്ന് വെച്ചാൽ 40 ഇൻറ്റു 30 ആണ് അല്ലെ. PQRS എന്ന് വെച്ചാൽ ഈ കളിസ്ഥലത്തിൻ്റെ ഏരിയ ആണ്, അത് നീളം ഇൻറ്റു വീതിയാണ്. ദെൻ 4 20, 2000 മൈനസ് 40 ഇൻറ്റു 30 1200 ഈക്വൽ ടു 800 എന്ന് കിട്ടി. മനസ്സിലായോ? അപ്പോൾ രണ്ട് രീതിയിലും പഠിച്ചു വെച്ചേക്കുക. ഇത് എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് രണ്ട് രീതിയിലും നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക, അതനുസരിച്ച് കണക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതേ നോക്കിയേ, മുമ്പേ നമ്മൾ പറഞ്ഞു കളിസ്ഥലത്തിൻ്റെ പുറത്തുകൂടിയാണ് ആ പാത നിർമ്മിച്ചത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ കളിസ്ഥലത്തിന് അകത്ത് അതിന് ചുറ്റുമായി എന്ത് ചെയ്യുന്നു? പാത ഉണ്ടാക്കുന്നു. നോക്കാം. ഇതാണ് നമ്മുടെ കളിസ്ഥലം. ഓക്കെ, എത്രയാണ്? 20 മീറ്റർ വീതിയും 20 മീറ്റർ നീളവും 10 മീറ്റർ വീതിയുമാണ് തന്നേക്കുന്നത്. അതിന് ചുറ്റും അകത്തായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? ഒരു പാത ഉണ്ടാക്കിയേക്കുന്നത്. അത് എത്രയാണ്? 2.5 മീറ്റർ വീതിയിൽ, 2.5 വീതിയിൽ. ഓക്കെ, അങ്ങനാണെങ്കിൽ വീതിയുടെ വിസ്തീർണം എത്ര? പാതയുടെ വിസ്തീർണം എത്ര? എങ്ങനെ നമ്മൾ ചെയ്യുന്നത്? പേര് കൊടുക്കുകയാണ് ABCD, അങ്ങ് പേര് കൊടുത്തേക്കണം. ABCD PQRS, അകത്തുള്ളതിന് PQRS എന്ന് കൊടുക്കുക, പുറത്തുള്ളതിന് ABCD എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? കഴിഞ്ഞതിനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ ഈ വലിയ റെക്റ്റാങ്കിളിൻ്റെ ABCDയുടെ ഏരിയ കണ്ടുപിടിക്കുക. അതിൽ നിന്നും എന്തിനെ മൈനസ് ചെയ്യണം? PQRSനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള പാതയുടെ വിസ്തീർണം കിട്ടും. മനസ്സിലായോ? ABCDയിൽ നിന്നും നമ്മൾ എന്ത് കുറയ്ക്കണം? PQRSനെ കുറയ്ക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു വെച്ചോ. പുറത്തുള്ള റെക്റ്റാങ്കിളിന് നമ്മൾ ABCD എന്ന് കൊടുക്കുക, അകത്തുള്ളതിനെ PQRS എന്നങ്ങ് കൊടുക്കുക. എന്നിട്ട് ABCDയിൽ നിന്നും PQRS കുറയ്ക്കുക എന്നങ്ങ് പഠിച്ചു വെച്ചേക്കുക. ഇനി ABCDയുടെ സൈഡ് എടുക്കുമ്പം ശ്രദ്ധിച്ചെടുക്കുക. ABCD, ABയുടെ സൈഡ് എത്ര? 20 ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ
AD അല്ലെങ്കിൽ നമ്മുടെ വീതി എന്ന് പറയുന്നത് എത്ര കിട്ടും? 10 മൈനസ് PQRSൻ്റെ അളവ് എത്ര നോക്കിയേ, മൊത്തം 20 ഉണ്ടായിരുന്നു, അതിൽ നിന്നും ഇവിടെ ഒരു 2.5 പോയി, ഇവിടെ ഒരു 2.5 പോയി, ബാക്കി PQൻ്റെ അളവ് എത്ര? PQൻ്റെ അളവ് ഇത്രയും അല്ലേ, ആ അളവെന്ന് പറയുന്നത് എത്രയാ? 20 നിന്നും 5 പോയാൽ ബാക്കി 15. അപ്പം 15 ഇൻറ്റു, ഇനി അതേപോലെ ഇവിടെ നോക്കിയാൽ ഇതാണ് PQRSൻ്റെ വീതി അല്ലേ. PQRSൻ്റെ വീതി എന്ന് വെച്ചാൽ ഇവിടുന്ന് 2.5 പോയി, ഇവിടുന്ന് 2.5 പോയി എന്ന് വെച്ചാൽ മൊത്തത്തിൽ ടോട്ടൽ 5 പോയി. അപ്പം 10 നിന്ന് 5 പോയാൽ ബാക്കി 5. ഇനി ഇവിടെ 200 മൈനസ് 15 ഇൻറ്റു 5 75. 200 മൈനസ് 75 125. ഓപ്ഷൻ എ. മനസ്സിലായോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിൻ്റെ നീളം 50 മീറ്ററും വീതി 35 മീറ്ററും അതിന് ചുറ്റും അകത്തായി 2.5 മീറ്റർ വീതിയിൽ ഒരു പാത നിർമ്മിച്ചാൽ പാതയുടെ വിസ്തീർണം എത്ര? എങ്ങനെ നമ്മൾ പറഞ്ഞത്? ദേ ആദ്യം അങ്ങ് പടം വരയ്ക്കുക. ABCD. ഓക്കെ, അതിനകത്താണ് എന്ത് വരച്ചേക്കുന്നത്? പാത ഉണ്ടാക്കിയത്. അന്നേരം ഇതിനെ PQRS എന്ന് കൊടുക്കുക. PQRS. ഓക്കെ, ഇനി എന്താ പറഞ്ഞത്? ABCDയുടെ നീളവും വീതിയും തന്നിട്ടുണ്ട് 50ഉം 35ഉം അല്ലേ, അതല്ലേ കളിസ്ഥലം. പിന്നീടാണ് പറഞ്ഞത് കളിസ്ഥലത്തിൻ്റെ ഉള്ളിലാണ് പാത നിർമ്മിച്ചേക്കുന്നതെന്ന് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ABCDയിൽ നിന്നും ആരെ കുറയ്ക്കുക? PQRSനെ കുറയ്ക്കുക. ABCDയിൽ നിന്നും ആരെ കുറയ്ക്കുക? PQRSനെ കുറയ്ക്കുക. നോക്കി, AB എന്ന് വെച്ചാൽ ABCDയുടെ സൈഡ് എത്ര? 50ഉം 35. അപ്പോൾ 50 ഇൻറ്റു 35 മൈനസ്, ഇനി PQRS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2.5 ഉണ്ട്, ഇവിടെയും 2.5 ഉണ്ട്, ടോട്ടൽ 5 കുറയ്ക്കണം അല്ലേ. 50 മൈനസ് 5 45 ഇൻറ്റു അതേപോലെ 35 നിന്നും എത്ര കുറയ്ക്കണം നമ്മൾ? 5 കുറയ്ക്കണം, ഇൻറ്റു 30. ഓക്കെ, ചെയ്ത് നോക്കിയേ. 5 25 5 ശിഷ്ടം 2, ഈ 3 15 2 17, 1750 മൈനസ് 1350 കുറയ്ക്കണം, ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 400 എന്ന് കിട്ടി. ഓക്കെ, ഓപ്ഷൻ ബി. മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത മോഡൽ നോക്കിയേ. 8 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള ഒരു മുറിയിൽ ഒരു മുറിയുടെ വിസ്തീർണം തന്നിട്ടുണ്ട്, നീളം തന്നിട്ടുണ്ട്. ഇവിടെ 8 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുണ്ട്. ഈ മുറിയിൽ പതിക്കാൻ 40 ഇൻറ്റു 40 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള എത്ര ടൈലുകൾ വേണം? ഇവിടെ ഒരു ടൈല് ഇങ്ങനെ നിരത്തണം. ഓക്കെ, ഈ ടൈലിൻ്റെ അളവ് തന്നിട്ടുണ്ട്. ടൈലിൻ്റെ അളവ് എന്ന് പറയുന്നത് 40 ഇൻറ്റു 40 ആണ്. 40 ഇൻറ്റു 40 സെൻറ്റിമീറ്റർ ആണ്. ശ്രദ്ധിച്ചോണം, ഇത് സെൻറ്റിമീറ്ററും മുറിയുടെ അളവ് നമുക്ക് മീറ്ററിലുമാണ് തന്നിരിക്കുന്നത്. അത് ശ്രദ്ധിച്ചോണേ. 2 ഡയമെൻഷനും ഒരേപോലെ ആകണം, അത് ശ്രദ്ധിച്ചോണം നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയേ, ഇങ്ങനെയുള്ള അവസ്ഥ വരുവാണെങ്കിൽ എന്താ പറയുക? ഒരു മുറിയിൽ എത്ര ടൈലുകൾ വിരിക്കണം? ഒരു ടൈലിൻ്റെ വിസ്തീർണം തന്നിട്ടുണ്ട്, പഠിച്ചു വെച്ചേക്കുക. ടൈലിൻ്റെ എണ്ണമാണ് ചോദിച്ചേക്കുന്നത്. എത്ര ടൈലുകൾ വേണം? ടൈലിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? മുറിയുടെ നമ്മുടെ റൂമിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ ടൈൽസിൻ്റെ ഏരിയ കാണുക. റൂമിൻ്റെ ഏരിയ ഡിവൈഡ് ബൈ ഒരു ടൈലിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് ആരെ കിട്ടും? എത്ര നമ്പർ ടൈല് വേണം? നമ്പർ ഓഫ് ടൈൽസ് കിട്ടും. ഓക്കെ, പഠിച്ചു വെച്ചേക്കണം. നമ്പർ ഓഫ് ടൈൽസ് ഈക്വൽ ടു റൂമിൻ്റെ ഏരിയ ഡിവൈഡ് ബൈ ടൈൽസിൻ്റെ ഏരിയ, ഒരു ടൈലിൻ്റെ ഏരിയ. ഓക്കെ, ഇവിടെ റൂമിൻ്റെ ഏരിയ ഇങ്ങനെ കണ്ടുപിടിക്കാം. റൂമിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് 8ഉം 5ഉമാണ് അല്ലേ. 8 ഇൻറ്റു 5 40 എന്ന് കിട്ടിയിട്ടുണ്ട്. 40 മീറ്റർ സ്ക്വയർ ആണ്. കാരണം നീളവും വീതിയും പറഞ്ഞേക്കുന്നത് മീറ്ററിലാണ്, അതുകൊണ്ട് മീറ്റർ സ്ക്വയർ ആണ്. പക്ഷേ ടൈലിൻ്റെ അളവ് നമുക്ക് തന്നേക്കുന്നത് സെൻറ്റിമീറ്ററിലായതുകൊണ്ട് ഈ 40 മീറ്റർ സ്ക്വയറിനെ നമ്മൾ എന്തിലേക്ക് മാറ്റുന്നു? സെൻറ്റിമീറ്ററിലോട്ട് മാറ്റുന്നു അല്ലേ. 40നെ നമ്മൾ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റുമ്പോൾ ഇവിടെ സ്ക്വയർ ആണ്, മീറ്റർ സ്ക്വയർ ആണ് അല്ലേ. നമുക്കറിയാം 100 സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ. 100 സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ. പക്ഷെ ഇവിടെ മീറ്റർ സ്ക്വയർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? മീറ്റർ സ്ക്വയറിനെ മാറ്റുക. എത്ര കിട്ടും നമുക്ക്?
4 ലക്ഷം സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. 4 ലക്ഷം സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഏരിയ. അപ്പോൾ നമുക്ക് റൂമിൻ്റെ ഏരിയ കിട്ടി 4 ലക്ഷം സെൻറ്റിമീറ്റർ സ്ക്വയർ. 4 ലക്ഷം സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന ആൻസർ കിട്ടി. ഇനി എന്താ, ഒരു ടൈലിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ടൈലിനെ 40 × 40 എന്ന് തന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ നീളവും വീതിയുമാണ് 40 × 40 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് 40 × 40, അത് സെൻറ്റിമീറ്ററാണ് തന്നേക്കുന്നത് അല്ലേ. 1600 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതിനെയൊന്നും മാറ്റണ്ട, 1600 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇപ്പോൾ നോക്കിയേ, മേളിലും സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടി, താഴിലും സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടി അല്ലേ. ഇത് ക്യാൻസൽ ചെയ്യുക, ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതിനെ ക്യാൻസൽ ചെയ്യുക. ദേ 4ഉം 16ഉം തമ്മിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 4 എന്ന് കിട്ടും. അപ്പോൾ 1000 ഡിവൈഡ് ബൈ 4, 1000 ഡിവൈഡ് ബൈ 4, 1000 ഡിവൈഡ് ബൈ 4 എത്ര കിട്ടും? 2500 എന്ന് കിട്ടും അല്ലേ. ഓപ്ഷൻ ഡി. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ഒരു റൂമിൽ പാകാനുള്ള ടൈലിൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ടൈലിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? മുറിയുടെ ഏരിയ ഡിവൈഡഡ് ബൈ ടൈലിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. നമ്മൾ എപ്പം ഡിവൈഡ് ചെയ്യാൻ നോക്കിയാലും എന്ത് യൂണിറ്റ് എല്ലാം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇവിടെ മീറ്ററിലും സെൻറ്റിമീറ്ററിലുമാണ് തന്നേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മീറ്ററിൽ കിട്ടിയതിനെ എന്തിലേക്ക് മാറ്റുക? സെൻറ്റിമീറ്ററിലോട്ട് മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. നോക്കിയേ, സെയിം ക്വസ്റ്റ്യൻ. 9 മീറ്റർ നീളവും 4 മീറ്റർ വീതിയുമുള്ള ഒരു മുറിയിൽ പതിക്കാൻ 20 × 20 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള എത്ര ടൈല് വേണ്ടി വരും? നമ്മുടെ ഇക്വേഷൻ എന്താ? റൂമിൻ്റെ ഏരിയ ഡിവൈഡ് ബൈ ടൈലിൻ്റെ ഏരിയ അല്ലേ. റൂമിൻ്റെ ഏരിയ എത്ര? 9 × 4 എത്ര കിട്ടും? നമുക്ക് 36 എന്ന് കിട്ടും. ഇത് മീറ്റർ സ്ക്വയറിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ സെൻറ്റിമീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുമ്പോൾ എത്ര കിട്ടും? 36 × 10,000 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പം നമുക്ക് 3,60,000 എന്ന് കിട്ടി. 3,60,000 എന്ന് കിട്ടി. ഓക്കെ ആണോ? ഇത് സെൻറ്റിമീറ്റർ സ്ക്വയറായി. ഇനി എന്താ ടൈലിൻ്റെ ഏരിയ? 20 × 20 എന്ന് തന്നിട്ടുണ്ട്. 20 × 20 400 അല്ലേ. 400 എന്ന് കിട്ടി. ഓക്കെ, 400 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത് നമ്മുടെ ഇക്വേഷനകത്തോട്ടൊന്ന് ഇട്ട് നോക്കിയേ. 3,60,000 ഡിവൈഡഡ് ബൈ 400. ഓക്കെ, ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതിനെ ദെൻ ആൻസർ കിട്ടും 900 എന്ന ആൻസർ കിട്ടും. മനസ്സിലായോ? അപ്പം 900 ടൈല് വേണ്ടി വരും. ഓക്കെ ആണോ പറഞ്ഞത്? അപ്പം ചതുരം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ എന്ന ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്തു അല്ലേ. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതുവരെ